അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും നല്ല സുഖമായിരിക്കൂല്ലേ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഉണ്ടപ്പുട്ട് എന്ന് പറയും ചിലർ ഇതിന്. നമ്മൾ ചെമ്മീനുണ്ടാകുന്നതിന് പറയൽ, പിന്നെ കൊഴുക്കട്ടാന്ന് അങ്ങനെ എന്തോ പറയലുണ്ട് എന്ന് തോന്നുന്നേ, നല്ല കേൾക്കുക. പക്ഷെ നമ്മളിതിന് ചെമ്മീനുണ്ടാകുന്ന പറയൽ. അടിപൊളി ചെമ്മീനുണ്ട് എന്ന് എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്നത്. നമ്മൾ അനിയത്തിയും ഉമ്മയും ഞാനെല്ലാം കൂടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് അനിയത്തിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അടിപൊളി ചെമ്മീനുണ്ട്. എന്നാലാണെങ്കിൽ ഇത് ചായക്കെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. എരിവ് ഉപ്പെല്ലായിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കണ്ട കാണുമ്പോൾ തന്നെ നമ്മൾ കല്ലുമ്മക്കായാലും പോലെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് ഈ ചെമ്മീൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ചെമ്മീൻ അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായി കഴുകി ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇവ പരക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു പാത്രം ചൂടായാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെമ്മീനാണ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു 1/2 കപ്പ് ചെമ്മീൻ്റെ അളവാന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ചെമ്മീൻ കുറേ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം ഈ ഇൻഗ്രീഡിയൻസെല്ലാം എടുക്കാം. മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താക്കാം, ഈ പാത്രം ചൂടായതിന് ശേഷം ക്ലീൻ ചെയ്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഈ ക്ലീൻ ചെയ്ത് മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി അത് നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് അരിയാണ്. മാവ് വേണമല്ലോ ഉണ്ടാക്കാൻ. ഈ മാവിന് 1 കപ്പ് പുഴുങ്ങലരിയും 1 കപ്പ് പച്ചരിയും രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 3-4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അത് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം 3/4 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, ജീരകം ഇട്ടിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. വലിയ ജീരകം നേടുന്ന് അരച്ച് നന്നായി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് അരച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തരിപ്പില്ലാതെ അരച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായി അരച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ പത്തലിൻ്റെ അരിയില്ലേ, കണ്ണൂർ പത്തൽ ചുടുന്ന ആ അരി പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് ആ പത്തലിൻ്റെ അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരിപ്പൊടി എടുത്താലും മതി കേട്ടോ. പത്തിരി ഉണ്ടാക്കുന്ന പൊടിയില്ല, ആ പൊടിയായാലും മതി. നമുക്കിവിടെ പത്തലിൻ്റെ പൊടി കിട്ടും, അതുകൊണ്ട് ആ പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. അത് കുഴച്ച് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ നേരത്തെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റിയിട്ട് ആ പാത്രം തന്നെ ചൂടായാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറിവേപ്പിലിട്ടിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഈ 1/2 കപ്പ് ചെമ്മീൻ നമ്മൾ 1/2 കിലോ സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സവാള നമുക്കൊരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി വഴറ്റി വെന്ത് വരുമ്പോൾ നമുക്കിതിൽ ജിഞ്ചർ, ഗാർലിക്, ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഈ അളവിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി അതിൻ്റെ പച്ച മണൽ മാറിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. മസാല പിടിക്കുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു നുള്ള് ഗരം മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കുരുമുളകും ഇട്ട് ഇളക്കിയതിന് ശേഷം മല്ലിയില, കറിവേപ്പില,
ഇല ഇത് ചെറുതായി കട്ട് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുക ഇട്ടിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് തണുത്താൽ എന്താക്കുക, നമ്മൾ നേരത്തെ മാവ് ഉണ്ടാക്കി വെച്ചില്ലേ, അരി കുഴച്ചിട്ട് ആ കുഴച്ച അരി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്തിട്ട് കൈവെള്ളയിലിട്ട് ഒന്ന് പരത്തി, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇതുപോലെ ഈ മസാലക്കൂട്ടിട്ടിട്ട് നമുക്ക് ഉരുളകളാക്കി ഒരു സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ, സ്റ്റീം ചെയ്യുന്ന തട്ടില്ലേ അതിലിട്ട് കൊടുക്കാം. ഇതിൽ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. നമ്മൾ ഉരുളകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം, ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ നമുക്ക് എണ്ണ തടവുന്നുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കാം, അല്ലെങ്കിൽ ചില പാത്രത്തിന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വെന്ത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം, ഒരു പാത്രത്തിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഈ കാശ്മീരി ചില്ലി പൗഡർ 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുളകൾ തണുത്താൽ ഓരോന്നോരോന്നായിട്ട് അതിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ഈ മുളക് കലക്കിയെടുക്കണം, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതിന് പിടിക്കൂല. നമ്മൾ ഉരുളകൾ സ്റ്റീം ചെയ്ത് ഉരുളകളാണെന്നല്ല ആവിയിൽ വേവിച്ച്, അതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുണ്ടാക്കുക, മുളക് നമ്മൾ നോക്കിയിട്ട് വീണ്ടും കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം, അതുപോലെ തന്നെ ഉപ്പും കുറച്ചധികം ഇടുന്ന നല്ലതായിരിക്കും. നല്ല ഉപ്പും നല്ല എരിവാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഈ ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിൽ മുക്കിയെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടായാൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി ചെമ്മീനുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈസിയാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്, താങ്ക് യു.